ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. അതായത് ദുബായിലുള്ള നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദുബായിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ദുബായിലെ മെട്രോ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ദുബായ് ബസ്സുകളാണെങ്കിലും ശരി, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോൾ നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട ഒരു കാര്യമാണ് നോൾ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ്, അതായത് മുമ്പൊക്കെ നമ്മൾ നോൾ കാർഡ് റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത് 10 ദറംസിനും 20 ദറംസിനൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി മുതൽ നമുക്ക് 5 ദറംസ് യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഈ നോൾ കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് റീചാർജ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട്. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലാന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറി നോൾ പേ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. നോൾ പേ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇത് ഇംഗ്ലീഷ് കൊടുത്തതിന് ശേഷം ഈ പേജ് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ചെക്ക് കാർഡ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തൊട്ടടിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ജസ്റ്റ് നമ്മുടെ നോൾ കാർഡ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാർഡ് റെഡിയായെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ കാർഡിൻ്റെ ബാലൻസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ പേജിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ കാർഡ് റീചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ടോപ്പ് അപ്പ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് UAE പാസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലോഗിൻ ആസ് എ ഗസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ലോഗിൻ ആസ് എ ഗസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഫോൺ നമ്പരും നമ്മുടെ OTPയും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ കാർഡ് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് രജിസ്റ്റർ ആകുന്നത് കാണാനായിട്ട് സാധിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അതായത് നമുക്ക് എത്ര രൂപയാണോ നമ്മൾ കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് പോകുന്നത് അത് നമുക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് 5 ദിറംസ് ആണ്. 5 ദിറംസ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന പേ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ പേ അതുപോലെ തന്നെ ടാബി ഉപയോഗിച്ചും ഈ കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾ ഏത് ഓപ്ഷനാണോ സെലക്ട് ചെയ്യുന്നത്, അതായത് ഏത് പേയ്മെൻറ്റ് ഓപ്ഷനാണോ സെലക്ട് ചെയ്യുന്നത് ആ പേയ്മെൻറ്റ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന പേ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് റീചാർജ് ആവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് നോൾ കാർഡിൽ കുറഞ്ഞ എമൗണ്ടിൽ റീചാർജ് ചെയ്യുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. നമ്മളിൽ മിക്കവരും തന്നെ നോൾ കാർഡ് റീചാർജ് ചെയ്യുന്നത് മെഷീൻ ഉപയോഗിച്ചാണ്. മെഷീൻ ഉപയോഗിക്കുന്നതിനേക്കാളും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നോൾ കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരിക്കലും ഗൂഗിളിൽ കാണുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നോൾ കാർഡ് ഒന്ന് റീചാർജ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെയൊക്കെ നമ്മൾ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. മാക്സിമം ഇതുപോലുള്ള ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നോൾ കാർഡും കാര്യങ്ങളൊക്കെ റീചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ വീഡിയോ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ UAE അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ വെറൈറ്റി കണ്ടൻറ്റൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.